നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇത് പ്രൊഡക്റ്റ് ആക്ച്വൽ ഡെലിവറി വിൽ ബി ഹാപ്പനിങ് ഇൻ ദ ഫസ്റ്റ് വീക്ക് ഓഫ് ഓഗസ്റ്റ്. അപ്പോൾ ഇതിന്റെ MRP പറയുന്നത് 2475 രൂപയാണ്. ഇപ്പോൾ പ്രീ ബുക്കിംഗിൽ ഇറ്റ് ഇസ് അവൈലബിൾ ഫോർ 1999, 1999 കിട്ടും ടിൽ ഈ ഒരു മാസം. അത് കഴിഞ്ഞാൽ പ്രൈസ് വിൽ ഗോ അപ് ടു 2199. ആക്ച്വൽ MRP എന്ന് പറഞ്ഞാൽ 2475 ആണ്. 13 ഐറ്റം ഉണ്ട്. ഇറ്റ് വിൽ സഫൈസ് ഫോർ 4 പീപ്പിൾ, 4 ആൾക്ക് ഉണ്ട്. ഇത് ഓരോ കൊല്ലം നമ്മൾ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിച്ചിട്ടുണ്ട് ഓണക്കിറ്റിൽ, ഐറ്റത്തിലും അതിന്റെ ഘടനയിലും. ഇപ്പോൾ കഴിഞ്ഞ അവിടുത്തെ ഓണക്കിറ്റിൽ ഇല്ലാത്ത തവണ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വി ഹവ് ആഡഡ് ശർക്കര വരട്ടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൽ വി ഹവ് ആഡഡ് ഒരു റെസ്പോൺസ്, ഒരു പീപ്പിൾ ഫീഡ്ബാക്ക്. അവിയലിന്റെ ഒരു പീസ് കൂട്ടാൻ പറഞ്ഞൊരു ഫീഡ്ബാക്ക് വന്നു. വി ഹവ് ആഡഡ് 1 more piece ഓഫ് അവിയൽ. ഇല വേണമെന്നൊരു ഒരു സജഷൻ വന്നിട്ടുണ്ടായിരുന്നു. വി ഹവ് ആഡഡ് ഇല. അപ്പോൾ അങ്ങനത്തെ സജഷൻ. പിന്നെ വേറൊരു സെല്ലിയൻ ഫീച്ചർ എന്താ വെച്ചാൽ തവണ ചെയ്തത്, കഴിഞ്ഞ തവണ നമ്മൾ റെഡി ടു കുക്ക് പായസം മിക്സ് ആയിരുന്നു അതിൽ ആഡ് ചെയ്യുന്നത്. ഇത്തവണ വാട്ട് വി ഹവ് ആഡഡ് ഈസ് വി ഹവ് ആഡഡ് 2 ഗോതമ്പ് പായസവും 2 അടപ്പായസവും റെഡി ടു ഈറ്റ്, റെഡി ടു കുക്ക് അല്ല, റെഡി ടു ഈറ്റ് എഗെയിൻ. അപ്പോൾ എല്ലാത്തിനും പുതുമകൾ നിറഞ്ഞ ഓണക്കിറ്റാണ്. അപ്പോൾ അത് നമ്മളെ ഏറ്റവും ഇന്നോവേറ്റീവ് ആക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. കാരണം ചിലരൊക്കെ റെസ്പോൺസും ചിലരൊക്കെ വീഡിയോ അയക്കുന്നുണ്ട്. മർച്ചന്റ് നേവിയിലും ഈ റിഗിലൊക്കെ വന്നിട്ടുള്ള ആൾക്കാർ അവർ ഓണത്തിന് അവിടെ ഇവിടുന്ന് മേടിച്ചു കൊണ്ടുപോയിട്ട് കഴിച്ചിട്ട് വീഡിയോ ഇട്ട് തരും. അപ്പോൾ ചെറിയ സാർ നേരത്തെ പറഞ്ഞ പോലെ അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക എനർജി വരും. കാരണം നമ്മൾ ചെയ്യുന്നൊരു എൻഡ് റിസൾട്ട് ഓണത്തിന്റെ ദിവസം സദ്യ പോയിട്ട് ഫുഡ് പോലും കിട്ടാൻ ഒരു സ്കോപ്പിലെ സ്ഥലത്ത് അവർക്ക് 10-13 ഐറ്റം കൂട്ടിയിട്ട്, അതായത് ചോറുണ്ട്, സാമ്പാറുണ്ട്, അവിയലുണ്ട്, ഓലുണ്ട്, കാളുണ്ട്, കൂട്ടുകറിയുണ്ട്, ക്യാബേജ് ഉണ്ട്, മറ്റേ പുളിഞ്ചി ഉണ്ട്, ടെൻഡർ മാംഗോ പിക്കിളുണ്ട്, എല്ലാം ചേർത്തിട്ട് ഇലയടക്കം കിട്ടുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതൊരു നല്ല ഇതിന്റെ ഞങ്ങളുടെ വെബ്സൈറ്റിൽ മാത്രമേ കിട്ടുള്ളൂ, www.tastenables.in. വേറെ സ്ഥലത്തും നമ്മൾ അവൈലബിൾ ആവില്ല ഈ ഓണക്കിറ്റ്. പിന്നെ നമുക്ക് അഭിമാനം നൽകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ കൊല്ലം ഫ്രോസൺ ഫിഷിന്റെ കറി കട്ട് പാൻ റെഡി ഫിഷിന്റെ നമ്മൾ എക്സ്പോർട്ട് ആരംഭിച്ചു. വിദേശ രാജ്യങ്ങളിലേക്ക്, യൂറോപ്യൻ നേഷൻസിലേക്കൊക്കെ ആരംഭിച്ചു. നല്ല റെസ്പോൺസാണ്. അതായത് ഇപ്പോൾ നെയ്മീൻ, നമ്മുടെ ഇപ്പോൾ മാഹി, പിന്നെ ട്രവലി, പിന്നെ മറ്റേ നമ്മുടെ കേര, ഇതിൻ്റെ കറിക്കട്ട്, പിന്നെ ഇതിൻ്റെ സ്റ്റേക്കുകൾ, ഇതൊക്കെ എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ നാടനായിട്ടുള്ള മത്തി, കൊഴുവ വരെ നമ്മൾ ഫ്രോസൺ രീതിയിൽ മാരിനേറ്റ് പോലും എക്സ്പോർട്ട് തുടങ്ങിയിട്ടുണ്ട്. ദാറ്റ്സ് ഒരു ഇമ്പോർട്ടൻറ്റ് ഡെവലപ്മെന്റ് കഴിഞ്ഞുണ്ടായത്. പിന്നെ ഞങ്ങൾക്ക് വളരെ ഇപ്പം കഴിഞ്ഞ മാസം ഉണ്ടായ സാറ്റിസ്ഫാക്ഷൻ വെച്ചാൽ വി ഹാവ് എൻറ്റേർഡ് ഫ്രോസൺ കറി സെഗ്മെന്റ് ആസ് വെൽ. അതായത് നമ്മുടെ സാമ്പാർ, അവിയൽ, അങ്ങനെ തുടങ്ങി മീൻകറികൾ, മത്തിക്കറി, അയലക്കറി, നെയ്മീൻ കറി, ഇപ്പോൾ മറ്റേ നമ്മുടെ ട്യൂണ വെച്ചിട്ടുള്ള നമ്മുടെ എന്താ പറയുക മുളകിട്ടിട്ടുള്ള കറി, പിന്നെ തേങ്ങാപ്പാൽ വെച്ചിട്ടുള്ള കറി, അങ്ങനെ ഫിഷ് ബിരിയാണി, പ്രോൺ ബിരിയാണി, ആ എൻ്റെ റേഞ്ച് വെച്ചിട്ടുള്ള ഫസ്റ്റ് കൺസൈൻമെന്റ് നമ്മൾ ഫുൾ 40 ഫുഡ് കണ്ടെയ്നർ നമ്മൾ കഴിഞ്ഞ മാസം അയർലൻഡിലേക്ക് എക്സ്പോർട്ട് ചെയ്തു. ദിസ് ഇസ് ജസ്റ്റ് ദ ബിഗിനിങ്. അപ്പോൾ ആസ് എ കമ്പനി പറയുകയാണെങ്കിൽ വി ആർ ഇൻ ടു എന്താ പറയുക, നമ്മളിപ്പോൾ ഓൾറെഡി ക്യാൻ ട്യൂണയിൽ നമ്മുടെ ഒരു പ്ലെയർ ആണ് ടേസ്റ്റബിൾസ് എന്ന് പറയുന്ന കമ്പനി. റെഡി ടു ഈറ്റിൽ വന്നിട്ടുണ്ട്, ഫ്രോസൺ ഫിഷിൽ വന്നിട്ടുണ്ട്, ഫ്രോസൺ സ്നാക്സിൻ്റെ ഞങ്ങൾക്ക്, അതായത് ഫിഷിൻ്റെ പ്രോണിൻ്റെ കട്ട്ലറ്റുകൾ, പിന്നെ സമോസ, സ്പ്രിംഗ് റോള്, നഗറ്റ്സ്, അങ്ങനത്തെ റേഞ്ച് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ പല കാറ്റഗറീസ് ആയിട്ട് നമ്മൾ ബ്രോഡൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ പറയുന്നത് കഴിഞ്ഞ ജനുവരിയിൽ ഞങ്ങൾ പെരുമ്പൽ നഗറിൽ ഒരു സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. വേറിൻ പീപ്പിൾ ക്യാൻ കം ഇൻ ആൻഡ് എക്സ്പീരിയൻസ് ആ പ്രൊഡക്റ്റ് റേഞ്ച്. അവിടെ നമ്മൾ ഫ്രോസൺ ഫിഷും ഫ്രോസൺ സ്നാക്സും വെച്ചിട്ടുണ്ട്. അവിടെ ഒരു പ്രത്യേകത വെച്ചാൽ ഫ്രോസൺ പ്രൊഡക്ട്സ് ഇൻ ആൻഡ് അറൗണ്ട് എറണാകുളം ഒരു 15 കിലോമീറ്റർ റേഡിയസിൽ നമുക്ക് ഓർഡർ തരണമെങ്കിൽ ഇറ്റ് വിൽ ബി ഹോം ഡെലിവേർഡ്. പക്ഷേ ഞങ്ങൾക്ക് ഈ ഫ്രോസൺ പ്രൊഡക്റ്റ് റേഞ്ച് ആയ കാരണം അത് ലിമിറ്റഡ് ആണ്. ഞങ്ങൾ 15 കിലോമീറ്റർ പനമ്പള്ളി നഗറിന്റെ റേഡിയസിൽ മാത്രമേ നമ്മൾ സപ്ലൈ ചെയ്യുന്നുള്ളൂ ഫ്രോസൺ പ്രൊഡക്ട്സ്. ബാക്കി പ്രൊഡക്ട്സ് അവിടെ അവൈലബിൾ ആണ്.